എന്നാ പറഞ്ഞ ഡോക്ടർ അവളെ കളി കാണുമ്പോ തിരിയുന്നില്ലേ? പോയതേ കുട്ടിയല്ലല്ലോ ഇത്. അങ്ങനെ വലിയ വയറുവേനൊന്നുമില്ല. സ്കൂളിൽ പോകാനുള്ള മടിയാണ്. പിന്നെ ഇന്നെ പോകുമ്പോ കണ്ട നീ അല്ലല്ലോ ഡോക്ടറെ കാണുമ്പോഴേക്ക് നിന്റെ വയറുവേദന പോയാ? നീ ഗുളികയൊന്നും കുടിച്ചിട്ടില്ലല്ലോ അല്ലേ? പോയി ഇവളല്ലല്ലോ ഇത്. ഇവിടുന്ന് പോയോളെങ്ങനെ നടക്കാൻ പറ്റാത്ത പോലെയല്ലേ പോയി? ആ മനസ്സിലായി. എന്നിട്ട് എന്താ കൈമേലെന്താ? റസ്ക്. സമയം ആയിട്ടില്ല. 10 10:30 ആയിട്ടുള്ളൂ. പോട് സ്കൂളില്. ഇതെന്താ ഗ്യാസിന്റെ ഗുളികയാ? ബേക്കറി സാധനം ഒന്നും തിന്നണ്ട കേട്ടാ. റസ്ക് കുഴപ്പമില്ല. നീ ഇന്നലെ കേക്ക് തിന്നിട്ടില്ലേനാ? ക്രീമുള്ളത് ഒന്നും തിന്നറ്. ചോക്ലേറ്റ് ഗുളിക നിങ്ങൾ എൻ്റെ കയ്യിൽ തന്ന്. ഇത് പക്ഷെ വെറും വയറ്റിലായിരിക്കും അല്ലെ? ഗ്യാസിന്റെ ആയിരിക്കും അല്ലേ? വെള്ളം കുടിക്കേ. അതിങ്ങ് റസ്ക് എന്നിട്ട് ഇനി മേലില് ബിസ്ക്കറ്റ് മുട്ടായി ഒന്നും ആടെയുള്ള മുട്ടായി ഇന്നലെ കൊണ്ടുവന്ന് തൽക്കാലം അതിന്റെ അന്ന് മുട്ടായി എടുക്കണ്ട. അവിടെ വെച്ചേ അടി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി ഇപ്പൊ സ്കൂളിൽ കൊണ്ടാക്കും. മുട്ടായി എന്താ? എനിക്ക് മുട്ടായി തന്നിട്ടാന്ന്. ഇത് പോയിരുന്ന് പഠിച്ചോ കുറച്ച് സമയം. സ്കോളർഷിപ്പിന്റെ സംസ്കൃതം വേഗം ഇരുന്ന് പഠിക്കും. നിന്റെ വിചാരം ഇരുന്നിട്ട് സിനിമ കാണാന്ന് വിചാരിച്ചിട്ടാ? മടിച്ചിപ്പത്തു അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ നിന്റെ വയറുവേദന പോയി. രാവിലെ കണ്ട നീ അല്ല. രാവിലെ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ മാറിയിനി. ഇതല്ല, അത് ഗുളിക മുറിക്കുന്ന കത്രിക. അതല്ല, മറ്റേ കത്രിക മുറിക്കും. അതിന് എടുത്തിരുവാ വേഗം. അതില് മുറിക്കാൻ കഴിയുന്നില്ല. അതന്നെ കൊണ്ടാ ഗുളിക മുറിക്കുന്ന കത്രിക നമ്മളെ കിട്ടണ്ടേ? അമ്മേന്റെ കാതിലെന്നാണ്. ഞാനിത് റീലെടുക്കാൻ വേണ്ടിട്ട് ഇട്ടതാ. റീലെടുക്കാൻ വേണ്ടിട്ട് ഇട്ട കമ്പലാതെ വലിയ സാരമില്ല. ഒരേ ഗുളിക. മീന് അയല പൊരിച്ചതുണ്ട്. നല്ല വലിയ അയിലാണ്. നിങ്ങൾക്ക് ഇറച്ചിയുള്ള മീനല്ലേ പറ്റൂ? പിന്നെന്താ? അച്ഛന് തേങ്ങ അരച്ച വേണ്ട, എനിക്ക് പുളിമുളക് വേണ്ട. എന്നാ പിന്നെ വേഗം മുറിച്ചോ. ഇല്ലേ തന്നെ അവർ മുറിക്കുന്ന നമ്മളൊരു റീൽ എടുക്കുന്ന. ഞാനും ദേവും ഒരു റീൽ എടുത്തതിന് ശേഷം മുറിക്കൂ. ദേവു റെഡിയാന്നോ റീൽ എടുക്കാൻ? എന്നാ എന്നോട് മുട്ടായി തിന്നിർന്ന് പറഞ്ഞിട്ടില്ലേ? വേണ്ട 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 വേണ്ട. അത് താഴെ വിളിച്ച മുട്ടായി തിന്നണ്ട. നിങ്ങൾ പറഞ്ഞു തീർക്ക. നിങ്ങൾ അവിവേകം കാണിക്കല്ല. പറഞ്ഞു തീർക്ക. എന്ത് പ്രശ്നവും ഫാനിൽ പിടിക്കുന്നേ. അല്ലെങ്കിൽ കൈവേദന, കഴുത്ത് വേദന, മേലോട്ട് നോക്കാൻ പറ്റൂല. റീൽസ് എല്ലാം ഇടുന്നോണ്ട് കുറച്ച് നമുക്ക് പിടിച്ചു നിക്കണ്ടേ റീൽസിലേക്ക്. നിങ്ങൾ തുടച്ചല്ല. ഞാനെപ്പോ തുടക്കുന്ന കൊള്ളിയോണ്ട് തുടക്കണ്ട പോലെ. വീകല്ല ടേബിളിന്റെ വില കയറിയിട്ട് തേച്ചും പൊടി. ഇപ്പൊ നല്ല വൃത്തിയായല്ലേ? ഈ എണ്ണ പണി കൊടുത്തതാണല്ലേ രാവിലത്തെല്ലാം. ചെയ്യാൻ ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേ? ഇങ്ങനെ ടിവിയും കണ്ടിരിക്കുക. എന്താ 2:30 പോണ്ടു. അതുവരെ ടിവിയും കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എല്ലാം ചെയ്തൂടെ? ഒരു ദിവസം ഒരു ഫാന് തുടക്കുമ്പോഴേക്കുള്ള ഡയലോഗ്. പിന്നെ ഫാനല്ല നിങ്ങളെല്ലാം ഞാനെ വൃത്തിയാക്കേണ്ടത്. ഹൈറ്റിലാവല്ലേ വൃത്തിയാക്കേണ്ടത്? അങ്ങനെയല്ല,
ഇത് ഫാനിന്റെ കാര്യമെല്ലാം ആണുങ്ങളാ കൂടുതലും ചെയ്യാം. ഇതിനാണ്ട് വൃത്തിയായ കഴിക്കണേ എന്റെ തല കഴിക്കണ്ട, അങ്ങനെ തന്നെ തുടച്ചാൽ മതി. പിന്നെ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഉള്ളിലത്തെ ഇല വൃത്തിയാക്കാൻ പറ്റും. അത് പിന്നെ ഭയങ്കര പണിയായിരിക്കും ഫിറ്റ് ചെയ്യാൻ. ഫിറ്റ് ബാക്ക് ഉണ്ട് പോലെ അതാ ബാക്ക് ഫുള്ള ഇത് വെച്ച് നോക്കുമ്പോ അത് കാണുന്നത്, സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോ കാട്ടത്. ഇതിനാ കഴിക്കാനാ ക്ലിയർ ആടിയില്ല. ക്ലിയർ ആയാ ഇത് മാക്സിമം കൊണ്ട് പിടിച്ചാ ഒരു മീൻ പൊരിക്കാനുണ്ടാവാ. മീൻ എത്ര മീൻ ഉണ്ടാകുക? 4 മീനുണ്ട്. അത് പൊരിച്ചാ ഉണ്ടാവുക. കണ്ണിൽ പൊടി പോകണ്ടോ? ഞാൻ കണ്ണട എടുത്ത് വെച്ചുവിടേനാ. അധികം വെള്ളം കൊടുത്താൽ അല്ലി അങ്ങ് പൊട്ടും, താഴെ പോവേ. ശ്രീയേട്ടന് പണിയും കൊടുത്തിട്ട് ഞാനിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നീ വന്ന പോലെ പണി തന്നെയാണ്. നീ എന്തേലും പണിയാണ്. കുറെ മടിയന്മാര് ഭർത്താക്കന്മാരുണ്ട്. ഇങ്ങനെ പറ്റുന്ന പണി അവരെ കൊണ്ടും ചെയ്യിക്കണം. എന്താ സുഖം, തിന്നുക, ഉറങ്ങുക, ചായക്ക് ചായ, ചോറിന് ചോറ്. അപ്പൊ ഇങ്ങനെ നമ്മൾ അടുക്കള കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇങ്ങനെ ചെറിയ പണി നിങ്ങളും എടുക്കണം അല്ലേ? മതി, കുഞ്ചു പൊരിക്കല്ല താഴോട്ട്. വൃത്തിയായി. നീ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചു തരുവാ. ചെയ്തിനെങ്കിലും ഉപകാരം. ദേവുവിന്റെ മേക്കപ്പ് ബോക്സ് ഒന്നും എടുത്തിട്ടില്ല. മൊത്തത്തിൽ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ്. നടുപൊടിയും പൊടി തട്ടിയിട്ടോണ്ട് അതെല്ലാം ഞാൻ വേണം. ധാരാ എവിടുന്ന വന്നേ? നിങ്ങളോട് വൃത്തിക്ക് തുടക്കേ, വൃത്തിക്ക് തുടക്കെന്നും പറഞ്ഞു പോയി. ഇവൾ എന്തിനാ ഇവിടെ ഇരുന്ന് നിന്ന്? നിന്നോട് അത് മാറ്റിയിടാൻ പറഞ്ഞിട്ടില്ലേ? ഡ്രസ് മാറ്റിയിട്ട് തേവോ? പുതിയ വേന വന്നിട്ടല്ലോ ചേട്ടാ. നല്ല വൃത്തി, എന്നതാ നല്ല സംഭവം. ഞാൻ തുടക്കലുണ്ട്. ഈ അല്ല, തറ തുടക്കൂലേ? തറ തുടക്കുമ്പോ ഞാൻ തുടക്കലുണ്ട്. അതിന്റെ തറ തുടക്കുന്ന കൊള്ളി ഉണ്ടാകുമ്പോ നമുക്ക് എത്തുമല്ലോ, അങ്ങനെ തുടക്കലുണ്ട്. അല്ലാണ്ട് ഇതാരാ അനക്കൊറ്റയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയും. കഴിഞ്ഞാ നീ ടേബിൾ ആരും ഉണ്ടാക്കും. നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് ചെയ്യാണ്ടതാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ശ്രീയാട്ടെ ഫാനെല്ലാം തുടച്ച് പൊടിയെല്ലാം തട്ടി ഫാനെല്ലാം തുടച്ചിട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി പണി തേച്ച് കൊടുക്കേണ്ടത് ഞാനാണ്. ഇതെല്ലാം അടിച്ച് ഈ ചോറും കറിയും വെക്കണ്ടേ? എന്നിട്ട് ചോറും കറി വെക്കാം. അതിന് വീട് വൃത്തിയാക്കാം. സമയം ഇത്രയായി. ഇതെല്ലാം ഇനി ഇന്നത്തെ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. അയ്യോ, ഈ മേശേന്റെ വിരി ആദ്യം എടുത്ത് പുറത്ത് കൊണ്ടേ ചാടാം. അത് പുറത്തെടുക്കണം.
അപ്പൊ അടിച്ചൊരു മേശാടിടാ അവിടെ വൃത്തിയാക്കി ആ ബെഡ്ഷീറ്റെല്ലാം അത് എടുത്ത് കൊടുത്തിട്ട് ആ കണ്ണു പൊടിയാ കണ്ണു നോക്കിയോ കണ്ണു പൊടിയായി ഉണ്ടോ വെള്ളപ്പൊടി ഇല്ല ഒരു തുണിക്കണ്ണുണ്ട് കണ്ണ് വേരോട്ടാക്കിയാ പോവില്ല കണ്ണ് വേരോട്ടാക്കിയിട്ട് കൊടയും എന്റെ ഒരു കമ്മല് കാണുന്നില്ല, ഒരു ചൊട്ട കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുതാ. എല്ലാം ഇതിന്റെ അടിയിൽ മേശേന്റെ അടിയിൽ കൊണ്ടാച്ചാ വേഗം അവിടെ ഇടിയും കൊണ്ടിടുക. സ്ലൈഡ് വേറെ എന്തെല്ലാം നോക്കിയാട്ടെ. ക്രയോൺസ് തേച്ചു ഇതാ മേശേന്റെ അടിയിൽ എല്ലാം മേശേന്റെ ഉള്ളിൽ ഇതല്ലേ ഞാൻ കണ്ടീശ്വര. ആളെ വെക്കും മൊബൈൽ ആളെ വെക്കും അച്ഛനെ കൂട്ടം അച്ഛൻ അമ്മ കൂട്ടം പറക്കാതെ അച്ഛനെ ഇങ്ങനെ തിരിച്ച് കത്തിക്കുന്നേ തിരിക്കല്ലേ ആ അമ്മ കൂട്ടം കൂടുന്നേ അമ്മ അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് അമ്മ. ആ ഉണ്ണേ ആ ഉണ്ണേ ആ ഉണ്ണേ പറയ ഉണ്ണേ നോക്കിയാട്ടെ ഇതെല്ലാം അത് കഞ്ഞി കഞ്ഞി കൊടുക്കും. കഞ്ഞി കുറച്ച് വെള്ളം വെച്ചിട്ട് വയറുവേദനക്ക് നല്ലതാ. ഞാൻ അടിച്ചു വരുന്നതിന്റെ അടുത്ത് തന്നെ നീ വന്നിട്ട് അങ്ങ് മാറി കഞ്ഞി കഞ്ഞി കൊടുക്കും. അല്ല പൊടിയും തട്ടിയിട്ട് കച്ചറയെല്ലാം ആക്കി എനിക്ക് ഡബിൾ പണിയാക്കിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു. സമയം ഇതാ ഇനി 1 മണിയാകുമ്പോഴേക്ക് വേഗം എണീക്ക്. ചോറായാ
നല്ല ചീര കിട്ടിയിട്ടുണ്ട് കേട്ടാ, ഫ്രഷ് ചീരയിലും. ഞാൻ വൃത്തിയാക്കുന്ന ആ സമയത്തേനും എനിക്ക് ചീര കിട്ടിക്കോട്ടെ. വയറുവേദന ഇല്ലാന്ന് എല്ലാവർക്കും തിരിഞ്ഞ്. അപ്പോൾ നല്ല ഇപ്പം ഇളയ കൊണ്ടുത്തന്ന പറിച്ചവാടുള്ള നല്ല ചീര. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് അടിച്ചു വാരെല്ലാം കഴിയുമ്പോഴേക്ക് കുറച്ച് വാടിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ചീര വറവും അയില മുളകിട്ടതും. ദേവുട്ടിക്ക് വയറുവേദന ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അമ്മ എനിക്ക് ചൂട് കഞ്ഞി തരുവാന്ന്. അതുകൊണ്ട് ഞാൻ വേഗം ചോറ് അയവാടെ കുറച്ച് കഞ്ഞിയാക്കിയിട്ട് ദേവുട്ടിക്ക് കൊടുക്കുന്നതാണ്. കുറച്ച് ചെറുപയർ കറിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട്, അപ്പോൾ രാവിലെ തന്നെ വയറിന് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, അതുകൊണ്ട് കഞ്ഞി നല്ലതാണ്. കഞ്ഞിയും പയറും നല്ലതാണ്. ചൂടോടെ അത് ദേവുട്ടി കുടിക്കലാന്ന്. ഇവർക്ക് രണ്ടാൾക്കും അല്ലെങ്കിലും കഞ്ഞീനോട് ഭയങ്കര ഇഷ്ടമാണ്. ചോറാണെങ്കിൽ തന്നെ പറയാമ്മ ഇന്ന് കഞ്ഞിയാക്കിയിട്ട് തരുമോയെന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് അമ്പാടിക്കും അങ്ങനെ തന്നെ. ചോറിന് പകരം കഞ്ഞിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് തിന്നതിനേക്കാളും കൂടുതൽ അവർ കഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞ് ദേവുവിന് കഞ്ഞിയും കൊടുത്തിട്ട് ഞാൻ മീൻ മുറിക്കാൻ വന്നിരുന്നിട്ടാണ് ഉള്ളത്. മീൻ മുറിക്കുമ്പോഴേക്ക് ചുറ്റുപാടും പൂച്ചയാണുള്ളത്. അപ്പോൾ ഒരു വടി അടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് വടിയും അടുത്ത് വെച്ചിട്ടാണ് മീൻ മുറിക്കാനിരിക്കുന്നത്. എൻ്റെ ക്യാമറ കുറച്ച് പൊങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് മീൻ മുറിക്കുന്നതൊന്നും ശരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലേ. മീന് പൂച്ചേനെ മീനടക്കം എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിക്കുവാ പോയിക്കോ. മീനിപ്പം കൊണ്ടുപോവുകയും പൂച്ച. മീൻ മുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് കളയാൻ പോകുമ്പോൾ മീനാടെ ധൈര്യത്തിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അതാണ് ഞാൻ ഗ്രിൽസ് അടച്ചത് കേട്ടോ. അകത്ത് വെച്ചിട്ട് 3-4 പൂച്ചയുണ്ട് തക്കം വറുത്തേക്കുന്നത്. എൻ്റെ തലവട്ടം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അന്നേരം ആ പാത്രത്തിൽ നിന്ന് മീനെടുത്തിട്ട് പോകും. അതുകൊണ്ട് വേസ്റ്റ് കളയാൻ പോയാലോ അത് ഗ്രിൽസിൻ്റെ ഉള്ളിൽ അകത്ത് വെച്ചിട്ട് ഗ്രിൽസ് അടച്ചതാണേ. ഗുളി കുടിക്കണ്ടേ? മുളകിട്ട കറിയുണ്ട്, ചീര വറവും കൂട്ടിട്ട് കുറച്ച് വെച്ചിട്ടില്ല. മീൻ പുളിമുളകിട്ടതുണ്ട്, ചീര വറവുണ്ട്. ചീര വറവും കൂട്ടിയാണ് ഞാൻ വന്നു. ഞാൻ വാരത്തരാ എന്നാല്, അല്ലാണ്ട് നിനക്ക് തന്നാ ചിലപ്പോ നീ തിന്നൂല. ഇങ്ങോട്ട് വാ, ചീരയും കൂട്ടിട്ട് തരാം. ഇല്ല തട്ടൂല. ഓ എന്തല്ല നീ ഇങ്ങോട്ട് വീട് സ്റ്റൂളെടുത്ത് വീടിയില്ലേ മോനെ, കുഞ്ഞു കുട്ടിയല്ലേ. പിന്നെ നേരത്തെ കഞ്ഞി കുടിച്ചോണ്ടാണ് ഞാൻ പിന്നെ വായത്തരാന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ബൈ.